എല്ലാവർക്കും നമസ്കാരം. ഗ്രീസിൽ ഡാക്കിനി എന്ന് പേരുള്ള ഒരു ദേവതയുടെ കഥയുണ്ട്. അത് മെഡൂസയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പേരിനേക്കാൾ ഉപരി അതിലത്തെ ആശയമാണ് പ്രധാനം. ഈ ഡാക്കിനി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ഡാക്കിനി എന്ന് പറഞ്ഞ അതിസുന്ദരിയായിട്ടുള്ള ദേവത അഫ്രോഡിറ്റി ദേവതയുടെ ഭർത്താവുമായിട്ടൊരു രഹസ്യ സംഗമത്തിന് തയ്യാറാകുന്നു. ഒരു അവിഹിത ബന്ധം. ഇത് കണ്ടുപിടിക്കപ്പെടുകയാണ്. അങ്ങനെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് ഡാക്കിനി മാത്രമാണ്. അതിസുന്ദരിയായ ഡാക്കിനിയെ നീ വിരൂപയായി തീരട്ടെ എന്ന് ദേവലോകം ശപിക്കുകയും ഈ ഡാക്കിനി അതിവിരൂപയായി തീരുകയും ചെയ്യുന്നു. അതേസമയം യഥേ തെറ്റ് ചെയ്ത ദേവൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതിനോട് ഇത്തരമൊരു നീതികേടിനെതിരെ കലഹിക്കുന്ന ഒരു സിനിമ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. സത്യൻ, ഉമ്മർ, ശാരദ തിക്കുറിശിയൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഉമ്മർ ശാരദ വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനിയെ വന്ന് വിവാഹം ഉറപ്പിക്കുന്നു. അവൾ മദ്രാസിലാണ് പഠിക്കുന്നത്. അങ്ങനെ അവൾ മദ്രാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ തൻ്റെ പ്രതിശ്രുത വരനെ തീവണ്ടിയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവർ തമ്മിലൊരു യാദൃശ്യമായിട്ടൊരു ബന്ധത്തിലേക്ക് ചേരുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ഗർഭിണിയാകുകയാണ്. ഗർഭിണിയായിത്തീരുന്ന ഈ വിദ്യാർത്ഥിനി ശാരദ പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രത്തെ ഉമ്മർ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഇതുപോലെ നീ എത്രയോ യാത്രകൾ നടത്തിയിട്ടുണ്ടാകും, ഇതുപോലെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം, എനിക്കിതിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആ കുട്ടിയെ അവൾ പ്രസവിക്കുകയും അഭിമാനിയായ അവളുടെ അച്ഛൻ ആ കുട്ടിയെ എവിടെയോ കൊണ്ട് കളയുകയും ചെയ്തു. പിന്നീട് ആ കുട്ടി വളർന്ന് ശാരദ ഡബിൾ റോളാണ് വളർന്നു വരുന്നു. ആ പെൺകുട്ടിയെ ഉമ്മറുടെ ഒരു ബന്ധുവിന് വേണ്ടിയിട്ട്, ബന്ധുവിൻ്റെ മകനുമായിട്ട് പ്രണയത്തിലാണെന്ന പേരിൽ അവളെ അറസ്റ്റ് ചെയ്യുകയും അവിടെ വേശ്യയായിട്ട് മുദ്രകുത്തുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ മുദ്രകുത്തിക്കൊണ്ട് ഒരു വേദിയിൽ നിന്നുകൊണ്ട് അപ്പോൾ ഒരു ഉമ്മർ വരുന്നു. ഉമ്മർ അപ്പോഴേക്കും വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനെ. അദ്ദേഹം പറയുന്നു, ഈ സ്ത്രീകൾ ഈ ലോകത്തെ നശിപ്പിക്കാനുള്ളതാണ്, അവർ പുരുഷന്മാരെ മയക്കുന്നു, ചാരിത്രവതികളല്ലാത്ത സ്ത്രീകളെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശാരദയെ അതിനകം വിവാഹം കഴിച്ചിരുന്ന സത്യൻ്റെ കഥാപാത്രം വന്നിട്ട് ഈ കഥാപാത്രത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖം മൂടി അവിടെ വെച്ച് അഴിച്ചു മാറ്റുന്നു. അതാണ് ആ സിനിമയുടെ കഥ. അതിലെ പ്രധാനപ്പെട്ടൊരു പാട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കാളിദാസൻ മരിച്ചു, കണ്ണമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല. കാളിദാസൻ മരിച്ചു. വളരെ പ്രശസ്തമായൊരു പാട്ടാണത്. ഈ പാട്ട് ആ കാലഘട്ടത്തിൻ്റെ വലിയൊരു ഹിറ്റുമായിരുന്നു. നമസ്കാരം.